ചേട്ടൻ അവിടെ ഉണ്ടോ? അറിയത്തില്ല. അവരെല്ലാം വന്നു കേട്ടോ, നമുക്ക് ഓടിപ്പോവാം. നമുക്ക് ഈ ചിരട്ടയും പാത്രവും ഒക്കെ എടുക്കാം. നമുക്കിന്ന് അതിൽ ഓർക്കാം. ഇതാണ് അയലമീനെ. ഈ അയിലേക്ക് ഇങ്ങനെ വറക്കുമ്പോൾ അയിലേക്ക് വേനെടുക്കൂല്ലേ? എടാ, നമുക്ക് ഈ മൈക്ക് നന്ദുവിന്റെ വീടിന്റെ അങ്ങോട്ട് കേട്ടാലേ? ആ ശരിയാ. എടാ, ഒരു കോളാമ്പി നമുക്ക് അനന്തുവിന്റെ വീട്ടിലോട്ട് വെക്കാം. മൈക്കെല്ലാം കെട്ടി കഴിഞ്ഞല്ലേ, ഇനി നമുക്ക് ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങാം. ഐഡിയ സ്റ്റാർ സിംഗർ ആരംഭിക്കുകയാണ്. അതിലെ ജഡ്ജസ് ശ്രീയേട്ടനും ശരത്തുമാണ്. ഇവിടെ ആദ്യമായി പാടാൻ വന്നത് നന്ദനക്കുട്ടിയാണ്. നന്ദനക്കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. मेरा दिल प्यार का दीवाना आता है मुझको प्यार में जल जाना. ഇനി അടുത്തതായി ശ്രീയേട്ടനോടും ചോദിക്കാം. മോളെ, നല്ല പാട്ടായിരുന്നു. കുറച്ച് പിച്ചിങ്, ആ പിച്ച് കുറച്ച് കൂട്ടണം. ബാക്കിയെല്ലാം ശരിയാ. ഇനി നമുക്ക് ശരത് സാറിനോട് ചോദിക്കാം. മോളെ, നല്ല പാട്ടായിരുന്നു. ഇവിടെ പാടിൽ ഏറ്റവും നല്ല പാട്ടായിരുന്നു. പക്ഷെ ഇച്ചിരി ടെമ്പോ കൂടുതലായി. ആനന്ദ, നമുക്ക് കുറച്ച് പൈസ കിട്ടാൻ ഐസ്ക്രീം മുട്ടായി മേടിക്കാനല്ലേ? ആ ശരിയാ. എടാ, നമുക്കിനി ചൂണ്ടയിടാൻ പോവാം. എടാ, ഇന്നലെ പത്രത്തിൽ കണ്ടോ? ഇന്നലെ ഒരു കൊച്ചിനെ ഒരു അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ ആ കൊച്ചു തൂങ്ങിച്ചത്ത് പോയി. എടാ, ഈ കണ്ടൊക്കെ മണ്ണടിച്ച് വെക്കാൻ പോവാ. എടാ, പാടം നിരത്തി കഴിയുമ്പോൾ നമുക്കും പശുവിനും ഒന്നും തിന്നാൻ കിട്ടാതാവും. നമ്മളെന്നാ മീനെയാ ചൂണ്ടിയിട്ട് പിടിക്കുന്നത്? ഈ വെട്ടിലെ കൊണ്ട് നമുക്കൊരു വരാലിനെയായാലും പിടിക്കണം. ആണ്ടെ, അവിടെ ഒരു മീനുണ്ട്. ആണ്ടെ, അവിടെ ഒരു മീനുണ്ട്. ആണ്ടെ, അവിടെ ഒരു മീനുണ്ട്. ആണ്ടെ, അവിടെ ഒരു മീനുണ്ട്. ആണ്ട, ഇനി മഴ പെയ്യാൻ പോകും, നമുക്ക് ഓടിപ്പോകാം. അയ്യോ, നന്ദനക്കുട്ടിയുടെ ഒരു പാദസരം എന്തിയെ? എടോ, ഇനി നമ്മൾ എവിടെയൊക്കെ എത്താപ്പം? നമ്മൾ ഒത്തിരി എടുത്ത് പോയതല്ലേ. പിള്ളേരുടെ മുറിയൊന്ന് തുറന്നേ, അതുങ്ങൾക്ക് വല്ലതും തിന്നാനോ കുടിക്കാനോ കൊടുക്ക്. എടി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ എതിലേ പോയാലും ഒരു ശ്രദ്ധ വേണമെന്ന്. എന്റെ മുതലെല്ലാം കളഞ്ഞിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? ഒരൊറ്റ വീക്ക് വെച്ച് തന്നാണല്ലോ. എന്നോട് ചൂടാകുന്നത്? ഏത് സമയം പിള്ളേരുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാ പിള്ളേർ അങ്ങോട്ട് കളിക്കാൻ പോയത്. എനിക്ക് ഈ വീട്ടിലെ പണിയെല്ലാം നോക്കണ്ടേ? എന്തുമാത്രം ജോലിയുണ്ട് ഈ വീട്ടില്. പിള്ളേരുടെ ഇതുപോലെ നടക്കും. എനിക്ക് എപ്പോഴും അവരുടെ ചോട്ടി ഇരിക്കാൻ പറ്റുമോ? പത്രത്തിൽ കണ്ടോ? ഇന്നലെ ഒരു കൊച്ചിനെ ഒരു അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ ആ കൊച്ചു തൂങ്ങിച്ചത്ത്. എടാ, ഇതാണോ അവിടെ പാദസരം? നീ ഒന്ന് നോക്കിയേ. ആ ചെരുപ്പിടുന്നിടത്തുനിന്ന് കിട്ടിയതാ.